In this session, we will study the tools of recombinant DNA technology. What tools are recombinant DNA technology use? First one, that is restriction enzyme. First one, it is restriction enzyme. Second one, we can see this use. Another one, it is polymerase enzyme. Polymerase enzyme. And we can see ligase enzyme and vector. Ligase, vector. And the host organism is also, it is not a tool actually. Host organism, it is needed for introducing the gene. Okay, host organism. ഇത്രയാണ് നമ്മൾ സാധാരണ ടൂൾസ് എന്ന് പറയുന്നത്. First one we will see the restriction endonucleases or restriction enzyme. First one, restriction enzyme. എന്താണ് restriction enzyme എന്ന് പറയുന്നത്? ഇത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് നമുക്ക് ആദ്യം നോക്കാം. So the restriction enzyme is nothing but the enzyme which is able to chop the DNA in a restricted way. That was found out first from bacteria. ബാക്ടീരിയയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കേട്ടോ. ബാക്ടീരിയോഫേജ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് രണ്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് വന്നിട്ട് മിഥൈലേറ്റിംഗ് എൻസൈം ഫോർ ഇറ്റ്സ് ഓൺ ഡി എൻ എ. അവരുടെ ഡി എൻ എനെ മിഥൈലേറ്റ്, അവരുടെ സ്വന്തം ഡി എൻ എനെ മിഥൈലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എൻസൈം. സെക്കൻഡ് എൻസൈം വിച്ച് ഇസ് പ്രൊഡ്യൂസ്, ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് ബാക്ടീരിയോഫേജിന്റെ ഡി എൻ എനെ മാത്രം പോയി ചോപ്പ് ചെയ്ത് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഓർ റെസ്ട്രിക്ഷൻ എൻസൈം ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ഫ്രം ദ ബാക്ടീരിയ ആസ് എ ഡിഫൻസ് മെക്കാനിസം അഗെയിൻസ്റ്റ് ദ ബാക്ടീരിയോഫേജ്. ഇറ്റ് വിൽ റെസ്ട്രിക്റ്റ് എ പർട്ടിക്കുലർ സൈറ്റ് ഓർ ദ പർട്ടിക്കുലർ ഡി എൻ എ and there it will cut. And the first restriction endonuclease, it was isolated from Haemophilus influenza, and the first enzyme it was HIND2. Okay, HIND2 is the first enzyme it was found out, restriction endonuclease. Restriction endonuclease ആദ്യം കണ്ടുപിടിച്ചത് HIND2 ആണ്. ഇനി ഇതിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ see here we can see Haemophilus influenza. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് HIND2 it is produced from Haemophilus influenza RD strain. Okay, Haemophilus influenza RD strain എന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്. So here we can see this HIND3 that ആ നെയിം എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ ജീനസിന്റെ ഫസ്റ്റ് ലെറ്ററും സ്പീഷീസിന്റെ ഫസ്റ്റ് 2 ലെറ്ററും അതുപോലെ തന്നെ ഈ ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം ദ സ്ട്രെയിൻ. അത് ചിലപ്പോൾ ആദ്യത്തെ 6 ആയിരിക്കും എടുക്കുന്നത്, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഡി എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ആയിരിക്കും എടുക്കുന്നത്. അതിൽ നിന്ന് എത്രാമത് കണ്ടുപിടിച്ചതാണെന്നാണ് ആ റോമൻ ലെറ്റർ 2 കാണിക്കുന്നത് കേട്ടോ. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫങ്ഷണലി വർക്കിംഗ്, ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാമത് കണ്ടുപിടിച്ച എൻസൈമാണ്. പക്ഷെ നമ്മളിത് ഫസ്റ്റ് കണ്ടുപിടിച്ച എൻസൈം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് യൂസ് ചെയ്ത എൻസൈം ഈ പറയുന്ന ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ RD സ്ട്രെയിനിൽ നിന്ന് സെക്കൻഡ് ഐസൊലേറ്റ് ചെയ്ത HIND2 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് കേട്ടോ. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് വിൽ റെക്കഗ്നൈസ് ദ പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ it will recognize the palindromic sequence. Palindromic sequence is nothing but we can read the sequence in both the direction in similar way. Example, കുറേ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. See here, ALU1 it is a restriction endonuclease. Its recognition sequence is AGCT in 5' 3' direction. 3' 5' direction തിരിച്ചിങ്ങോട്ട് വായിച്ചു നോക്കിയേ, that is also AGCT. അതേപോലെ ആയിരിക്കും പാലിൻഡ്രോമിക് സീക്വൻസ് വരുന്നത്. അതുപോലെ ഈ HIND2 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. See here, GTC GAC രണ്ട് ഡയറക്ഷനിലും ഒരേ തരത്തിൽ വായിക്കാൻ പറ്റുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയാം. ഈ പാലിൻഡ്രോമിക് സീക്വൻസ് റീജിയനിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏകദേശം 900 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 230 സ്ട്രെയിൻസ് ബാക്ടീരിയ 900 enzymes from 230 different types of bacteria. 230 different bacteria നമ്മൾ 900 enzymes ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ,
അതേപോലെ വി ക്യാൻ സി ഇതിനെ നെയിം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു എക്സാമ്പിളും കൂടി വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈക്കോ R1 എസ്ക്രീഷ്യ കോളൈ RY സ്ട്രെയിനിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നത്. സി ഹിയർ ഈക്കോ R1 എസ്ക്രീഷ്യ കോളൈ RY13 സ്ട്രെയിൻ. അതിനകത്ത് this one, the first genus letter and second and third species letter and R, and this was isolated first from this particular ബാക്ടീരിയ. അതുകൊണ്ട് ഈക്കോ R1 എന്നാണ് ഇതിന്റെ പേര് പറയാം. ഇനി ഞാനിവിടെ ഓരോ എൻസൈം, കുറെ എൻസൈമിന്റെ എക്സാമ്പിൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എൻസൈംസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലാണ് അല്ലെ. ഇത് നോക്കിക്കേ, ഈ എൻസൈം ALU1 എന്ന് പറയുന്ന ഒരു എൻസൈം ദാറ്റ് വിൽ കട്ട് ദിസ് DNA സീക്വൻസ് ഇൻ സ്ട്രേറ്റ് വേ. ഈ ജിക്കും സിക്കും ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് വിൽ ഫോം എ ബ്ലണ്ട് എൻഡ്. അതിന് പറയുന്ന പേരാണ് ബ്ലണ്ട് എൻഡ്. ഇറ്റ് വിൽ ഫോം എ ബ്ലണ്ട് എൻഡ്. ബ്ലണ്ട് എൻഡ് ഫോം ചെയ്യും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനിയൊക്കെ BAMH1ന്റെ കേസില് ജിയുടെ ഇടയ്ക്കും ഈ ജിയുടെ ഇടയ്ക്കുമാണ് കട്ട് ചെയ്യുന്നത്. സോ വെൻ വി ഗെറ്റ് ദിസ് സീക്വൻസ് വി വിൽ ഗെറ്റ് എ സീക്വൻസ് ലൈക്ക് ദിസ്. കണ്ട, ഇത് ഇങ്ങനെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ടാവും. പിന്നെ കട്ട് ചെയ്ത് വിടുന്നത് ഇത്രയും ഇങ്ങനെ അൺപെയർഡ് ആയിട്ടായിരിക്കും നിൽക്കുക. അതേപോലെ ഇവിടെ നിന്നുള്ള ഈ സീക്വൻസ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെയാണ് ഈ സീക്വൻസ് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം ഇത് അൺപെയർഡ് ആയിട്ട് നിൽക്കും, ഇത് അൺപെയർഡ് ആയിട്ട് നിൽക്കും. ഇത്രയും ഭാഗം പെയർഡ് ആയിരിക്കും ഇതിന്റെ, അതേപോലെ ഇത്രയും ഭാഗം ഇതിന്റെ പെയർഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ കട്ടിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ദ കൊഹസീവ് എൻഡ് പ്രൊഡ്യൂസിങ് ഓർ സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസിങ് എൻസൈം. കൊഹസീവ് എൻഡ് ഓർ സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസിങ് എൻസൈം. Okay, cohesive end or sticky end producing enzyme we can see here, and blunt end producing enzyme we can see here. ഞാൻ ഇതിനെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിന്റെ എക്സാമ്പിൾസ് എല്ലാം നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് തീർക്കാം. ഇതെങ്ങനെയാണ് DNA ചോപ്പ് ചെയ്യുന്ന എൻസൈംസ്? സാധാരണ നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് എൻസൈം എന്നാണ് അല്ലെ. ന്യൂക്ലിയസിനെ ചോപ്പ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ കട്ട് ചെയ്യാൻ കഴിവുള്ള എൻസൈംസിനെ നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് എൻസൈം എന്നാണ്. ഈ ന്യൂക്ലിയസ് എൻസൈം തന്നെ രണ്ട് തരത്തിലുണ്ട്. എക്സോ ന്യൂക്ലിയസും ഉണ്ട് ആൻഡ് എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് വന്നിട്ട് ഇറ്റ് വിൽ കട്ട് ദ DNA ഫ്രം ബോത്ത് ദ എൻഡ്. അതായത് 5' എൻഡിന്നും 3' എൻഡിന്നും ഒക്കെ DNA കട്ട് ചെയ്യുന്നതാണ് എക്സോ ന്യൂക്ലിയസ്. എൻഡോ ന്യൂക്ലിയസ് ഇറ്റ് വിൽ കട്ട് ദ DNA ഇൻ ബിറ്റ്വീൻ ദ സ്ട്രാൻഡ്സ്. അതിന്റെ ഇടയിൽ വന്നിട്ട് എവിടെയെങ്കിലും ആയിരിക്കും എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യാം. Endonuclease, there are 3 different types: type 1, type 2 and type 3. Okay, ഇതിനകത്ത് type 1 and type 3, this both will recognize a particular region, it will cut somewhere else. Okay, പക്ഷെ type 2 എങ്ങനെയാണ്? This will cut the exact position where it is recognizing the sequence. ഇത് recognize ചെയ്യുന്ന സീക്വൻസ് ഏതാണ്? പാലൻഡ്രോമിക് സീക്വൻസ് ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ കട്ട് ഉണ്ടാക്കുക. സോ ടൈപ്പ് 2 ഈസ് ദ റെസ്ട്രിക്ഷൻ എൻസൈം വിച്ച് വി ആർ യൂസിങ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 ഇറ്റ് വിൽ കട്ട് ദ സീക്വൻസ് അവേ ഫ്രം ദ റെക്കഗ്നീഷൻ റീജിയൻ. ഓക്കെ, റെക്കഗ്നീഷൻ സൈറ്റിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും ഇത് കട്ട് ചെയ്യുക. സോ ഹിയർ വി സെ there are different types of restriction endonuclease. Restriction endonuclease പലതരത്തിലുണ്ട്. അത് ഏകദേശം 900 ടൈപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 230 സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ എന്നായിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള എൻഡാണ് അവർ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. So here the first example which was given, that is ALU1. It is isolated from Arthrobacter luteus. Arthrobacter luteus എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത്. And here we can see the recognition sequence of this one is AGCT. This is a palindromic sequence and it will cut exactly at the center region. So it will form a blunt end. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ഇതാ ഇങ്ങനെയായിരിക്കും. ഇതുണ്ട ഇതിന്റെ സെന്റർ റീജിയനിൽ വന്നിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. പക്ഷെ here we can see the BAMH1 that is isolated from Bacillus amyloliquefaciens എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ്. That will produce the cohesive end. There we can see the ends, the DNA which will be produced, it will be like this. Okay, the DNA which will be produced, it will be like this. This will produce the cohesive end. Appa cohesive end produce ചെയ്യുന്ന അല്ലെങ്കിൽ sticky end produce ചെയ്യുന്ന
ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്ത് ആ സ്ട്രാൻഡിന് നമുക്ക് ലൈഗേസ് വെച്ച് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് അത് ലൈഗേഷൻ നടക്കും. പക്ഷെ ബ്ലണ്ട് എൻഡിൽ അങ്ങനെ ലൈഗേഷൻ എളുപ്പം നടക്കില്ല. ഓക്കെ, കൊഹസീവ് എൻഡ് ഇറ്റ് ക്യാൻ ബി ജോയിൻ ടുഗദർ ബൈ ലൈഗേസ് എൻസൈം. ഇനി നമ്മൾ അടുത്ത എൻസൈം നോക്കിയേ, ഈക്കോ ആർ1. ഈക്കോ ആർ1 വന്നിട്ട് GAATTC. GAATTC ഇത് ഗ്വാനിന്റെ അഡിനിന്റെ ഇടയ്ക്ക് ഇടയ്ക്കാണ് ഇത് കട്ട് ചെയ്യുക. സോ ഹിയർ ഓൾസോ വി വിൽ ഗെറ്റ് ദ സ്ട്രാൻഡ് ലൈക്ക് ദിസ്. സി, ഈ ഗ്വാനിനിരിക്കുന്ന ഈ ഒരു ഭാഗവും പിന്നെ ഒരു നീണ്ട സ്ട്രാൻഡും പിന്നെ നമുക്കിതാ ഇവിടെ ഗ്വാനിനിരിക്കുന്ന ഈ ഭാഗം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്യുക. ദിസ് ഈസ് ഓൾസോ പ്രൊഡ്യൂസിങ് എ സ്റ്റിക്കി എൻഡ്. ഈ കാർബൺ സാധാരണ നമ്മൾ എന്താണ് മോളിക്കുലർ ബയോളജി എക്സ്പെരിമെന്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ കാർബണിന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. GAATTC ഈസ് ദ റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് ഇറ്റ്. അതേപോലെ ഈക്കോ R5, ഇതേപോലെ തന്നെ എസ്ക്രീഷ്യ കൊളൈ RY13 അഞ്ചാമത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ഐസൊലേറ്റ് ചെയ്തതാണ് ഈ R5 എന്ന് പറയുന്നത്. അതിന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് എന്ന് പറയുന്നത് GATATC. ഇതിന്റെ അകത്ത് അഡിനിന്റെയും തൈമിന്റെയും ഇടയ്ക്കാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ blunt end. So here we can see the structure will be like this. It is producing a blunt end. And see, this question they asked in 2016 അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ബ്ലണ്ട് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈക്കോ R5 ഓപ്ഷൻ വാസ് ദർ. മറ്റേ ഓപ്ഷൻസ് ഒക്കെ ഞാൻ മറന്നുപോയി. ഈക്കോ R5 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ എല്ലാം ഒന്നും നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റില്ല. എന്നാലും സാധാരണ നമ്മൾ കേൾക്കാറുള്ള അത്രയും നമ്മൾ പഠിച്ചു വെച്ചാല് നമുക്ക് there is no need of studying this recognition sequence and all. റെക്കഗ്നീഷൻ സീക്വൻസ് ഒക്കെ സാധാരണ ചോദിച്ചു കാണാറുള്ള ഈക്കോ ആർ1ന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചു കാണാറുള്ളൂ. അതല്ലാതെ വേറെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടില്ല ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഏതാണ്, അത് ഈക്കോ RY ആയിരുന്നു അതിന്റെ ആൻസർ. പിന്നെ ഹീമോഫിലസ് ഈജിപ്ഷ്യസ് 3 He3 ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലണ്ട് എൻഡ് ആണ്. സോ ഹിയർ വി ക്യാൻ സീ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ബ്ലണ്ട് എൻഡ് ലൈക്ക് ദിസ്. Okay, and Haemophilus influenza 3, that is HIND3. HIND2 നമ്മൾ പറഞ്ഞു. HIND2 it will produce a blunt end. HIND3 it will produce a cohesive end. There also we can see the structure like this. Okay, ഇവിടെയും കട്ട് ചെയ്യും, അതേപോലെ ഇവിടെയും കട്ട് ചെയ്യും. So here we can see a cohesive end is produced in the HIND3. And HIND2 where we can see again the blunt end it is produced GTC-GAC strand in which in between the guanine and cytosine it will produce the blunt end. വേണമെങ്കിൽ HIND2ന്റെയും കൂടെ റെക്കഗ്നീഷൻ സീക്വൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. GTC-GAC is the recognition sequence for the HIND2. So these are the different restriction endonuclease which is present, which is used for the recombinant DNA technology. Recombinant DNA technology യിൽ യൂസ് ചെയ്യുന്ന കുറെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് എക്സാമ്പിൾ ആണ് നമ്മളോട് പറഞ്ഞത്. അതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള എൻസ് ആണ് ഉണ്ടാക്കുന്നത്? when they produce the cut end, either it will be blunt end or it will be cohesive end, that you should remember. Okay, ഇനി നമുക്ക് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് എന്തിനെയൊക്കെ കട്ട് ചെയ്യണ്ടേ? റെസ്ട്രിക്ഷൻ എൻസൈം ഇറ്റ് വിൽ ബി യൂസ് ടു കട്ട് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു കട്ട് ദ പ്ലാസ്മിഡ് ഓർ ദ വെക്ടറിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് സാധാരണ കൊഹസീവ് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ കൊഹസീവ് എൻഡ് ഇൻ ദ കേസ് ഓഫ് ദ gene of interest if it is like this. And the same way it will produce the cohesive end in the case of plasmid also. Plasmidilum അതേപോലെ തന്നെ ഒരു cohesive end ഉണ്ടാക്കും. Plasmid എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? It is a covalently closed circular DNA. So I'm just showing how it will be cutting that DNA. നോക്കിക്കേ, ഇതിനെ കട്ട് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കയറ്റി വെക്കാനുള്ള DNA എങ്ങനെയായിരിക്കും അറിയോ? See here, this will be having the size like this and size like this. So ഈ ഭാഗം വന്നിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കും. അപ്പൊ ദാ ഇവിടെ
ദാ ഇത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, ഈ ഭാഗം വന്നിട്ട് ദാ ഇവിടെയും ജോയിൻ ചെയ്യും. സോ ഹിയർ വി ക്യാൻ സി it is easily inserted in this plasmid because it has similar type of overhanging end. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള ഓവർഹാങ്ങിങ് എൻഡ് ഉള്ളത് കൊണ്ട് ഒരേ തരത്തിലായിരിക്കും അത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. So here we can see the nick, it will be closed with the help of DNA ligase enzyme. ആ DNA ligase enzyme ഇവിടെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന വെക്ടറിനെയും ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയാണ്. അത് രണ്ടിലും ഒരേ തരത്തിലുള്ള ഓവർ ഹാങ്ങിങ് എൻഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് കോംപ്ലിമെന്റാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്മിഡിനെ സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്ത പ്ലാസ്മിഡിനെയും ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും കൂടെ നമ്മൾ ലൈഗേസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ most of the gene of interest, it will go and attach in the plasmid and it will become a recombinant DNA. Ada vector nammade gene of interest kode koodittu oru recombinant DNA undakum. Okay, adupole aa reethiyilana adinte ligation nadakkunnu. Ini enganeyana namukku oru DNA ne oru DNA cut cheydeduthu kayinjittengi allenge restriction endonuclease vechi cut cheyidu kayinjittengi adine engane separate cheyam. That can be done with the help of gel electrophoretic technique. Gel electrophoresis, separation and isolation of DNA fragment. Separation and isolation of DNA fragment ചെയ്യുന്നത് gel electrophoresis വഴിയാണ്. Gel electrophoresis നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ് എന്ന് പറയുന്ന അഗാറസ് ബെഡ് ആണ്. അഗാറസ് ബെഡ് എന്ന് പറയുന്ന അഗാർ, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സീവീഡ്. സീവീഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അഗാറസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗാർ എന്ന് പറയുന്നത്. Agar, it will make a jelly-like substance when we are boiling and making it cold. അതായത് നമുക്ക് അഗാറൊക്കെ പൗഡർ ആയിട്ടാണ് മേടിക്കാൻ കിട്ടുക. അതിന് ഒരു 80%, അതായത് 100 ml വാട്ടറിൽ ഒരു 8 gram അഗാർ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി അതൊരു കഞ്ഞിവെള്ളം പോലെ കുറുകി വരും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പോർ ഇൻ ടു ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റ്. എന്നിട്ട് നമുക്കൊരു ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിനകത്തേക്ക് അതിന് പോർ ചെയ്യാം. ഓക്കെ, ആ ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ ഇതൊരു പ്ലേറ്റ് ആണ് കേട്ടോ, ഒരു ട്രേ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇതിനകത്തേക്ക് നമ്മൾ പോർ ചെയ്തതിന് ശേഷം നമുക്കൊരു കോമ്പ് വന്നിട്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ഒരു എൻഡിൽ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാം. അതായത് ഒരു കോമ്പ്, കുറച്ചൊരു വെല്ല് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പാണിത്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുത്തു. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് DNA കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് അധികം സാമ്പിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഇലക്ട്രോഫോററ്റിക് ജെല്ല് നമ്മൾ ഇലക്ട്രോഫോററ്റിക് അപ്പാരറ്റസിൽ കൊണ്ടുവയ്ക്കും. ഇലക്ട്രോഫോററ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ചേമ്പറിന്റെ ഉള്ളിൽ, അതായത് ഒരു ചെറിയ ഇങ്ങനെ ഒരു ചേമ്പർ എന്ന് പറഞ്ഞാൽ വലിയ മുറിയൊന്നുമല്ല കേട്ടോ, ഒരു ബോക്സ് പോലത്തെ ഒരു ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യും. ആ ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിനെ ഡിപ്പ് ചെയ്ത് വെക്കും. എന്തിനാ? ഈ അഗാറസ് ജെല്ലിനെ ഡിപ്പ് ചെയ്ത് വെക്കും. ഈ അഗാറസ് ജെല്ലിനെ പ്ലേറ്റോട് കൂടി ഡിപ്പ് ചെയ്ത് നമ്മൾ ഈ ഭാഗത്തിരിക്കുന്നതും ഈ ഭാഗത്തിരിക്കുന്നതായ ബൗണ്ടറി എടുത്തു കളയാം, 2 ഭിത്തി എടുത്തു കളയും. നമുക്ക് ഈ 2 ഭിത്തി മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ DNA ലോഡ് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ DNA ലോഡ് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ DNA ലോഡ് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ DNA ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ DNA ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് കോളത്തിൽ മാർക്കർ ആയിരിക്കും, മാർക്കർ DNA ആയിരിക്കും. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ ഫസ്റ്റ് സാമ്പിള്, തേർഡ് കോളത്തിൽ നമ്മുടെ സെക്കൻഡ് സാമ്പിള്, ഫോർത്ത് കോളത്തിൽ നമ്മുടെ തേർഡ് സാമ്പിള്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ DNAക്കൊക്കെ എന്ത് ചാർജാണ് ഉള്ളത്? നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. സോ വാട്ട് വി വിൽ ഡു, ദ നെഗറ്റീവ് ഇലക്ട്രോഡ് വി വിൽ കീപ് ഹിയർ, ദിസ് നെഗറ്റീവ് ഇലക്ട്രോഡ് വി വിൽ കീപ് ഹിയർ ആൻഡ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് വി വിൽ കീപ് ഹിയർ. ഓക്കെ, ഈ അഗാറസ് പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് ആ വെൽസ് ഉണ്ടാക്കിയേക്കുന്ന ആ ഭാഗത്ത് നമ്മൾ കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കും ഇലക്ട്രോലൈറ്റ് വഴി. സോ വാട്ട് ഹാപ്പൻ, this negative DNA, as it is negatively charged, it will start moving towards the opposite direction. Opposite directionil ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് according to the size of the DNA ആണ്. The DNA, it will be moved according to the size of the DNA. അപ്പൊ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന DNA, സൈസ് കൂടിയ DNA പതുക്കെ മൂവ് ചെയ്യുള്ളൂ, സൈസ് കുറഞ്ഞ DNA ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതേപോലെ ഈ DNAയുടെ നെഗറ്റീവ് ചാർജ് ആണ് പോസിറ്റീവ് പോളിലേക്ക് അതിനെ അട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ വി ക്യാൻ സി സെവറൽ ബാൻഡ്സ് ഹിയർ വിച്ച് ഈസ് ഫോമിങ്. കുറച്ച് ബാൻഡ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഹിയർ യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് 1500 BP അല്ലെങ്കിൽ 1.5 kilo base pairs, and here it is 1000
here it is 750, here it is 500, and here it is 250. ഇങ്ങനെയൊക്കെയാണ് ബാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇരിക്കട്ടെ. നമ്മുടെ മാർക്കറാണ്, നമുക്കറിയാവുന്നതാണ്. ഈ മാർക്കറിൻ്റെ അകത്ത് ഇങ്ങനെ അത് അതിൻ്റെ ബോട്ടിലിൽ തന്നെ കാണും. ഇത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ബാൻഡായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണും. അതേപോലെ എക്കും ബിക്കും സിക്കും ബാൻഡ് ഉണ്ടാവും. കണ്ടോ? ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ 3 സാമ്പിളിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. സോ ഹിയർ വി ക്യാൻ സി ഈ എയും ബിയും സിയും 1500 ബേസ് പെയറുള്ള സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എയും ബിയും സിയും 750 ബേസ് പെയറുള്ള സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബി മാത്രം 500 ബേസ് പെയറുള്ള ഒരു എക്സ്ട്രാ ബാൻഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. And C, it has produced a 250 base pair band. A, B, C, 3, it has produced 250 band. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബി സാമ്പിളിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ ബാൻഡ് കിട്ടി, ദാറ്റ് ഈസ് 500 ബേസ് പെയർ ബാൻഡ് അല്ലേ. ഈ 500 ബേസ് പെയർ ബാൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടായാലോ അല്ലേ. ഇത് ഈ 3 സാമ്പിളും ഒരേ സ്പീഷീസിൽ പെട്ട ഓർഗാനിസത്തിൻ്റെയാണ്. നമ്മളത് ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു അഡീഷണൽ ബാൻഡ് ബിയിൽ മാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനൊരു അഡീഷണൽ സീക്വൻസ് ഉണ്ട് അവിടെ. ആ അഡീഷണൽ സീക്വൻസിന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് പ്രകാരം നമുക്ക് വെറുതെ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഇതിന്റെ പെക്യൂലിയാരിറ്റി എന്താന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ പല സാധ്യതകളും ഉണ്ട് അല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ബാൻഡ് നമുക്ക് ഈ 3 സാമ്പിളിൽ നിന്ന് ഒരെണ്ണം കിട്ടിയത് 500 ബേസ് പെയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 500 ബേസ് പെയർ നമ്മൾ ഈ ബാൻഡ് നമ്മൾ എല്യൂട്ട് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബാൻഡിനെ എങ്ങനെ കാണാൻ കഴിയും? വി ക്യാൻ ജസ്റ്റ് കീപ് അണ്ടർ ദ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആൻഡ് ബിക്കോസ് ഓഫ് എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് എ സ്റ്റെയിൻ വിച്ച് വിൽ ഹെൽപ്പ് ഇൻ സ്റ്റെയിനിങ് DNA. എത്തിഡിയം ബ്രോമൈഡ് ETBR. ഇത് it will intercalate in between the 2 strands of DNA. It will intercalate in between 2 strands of DNA. 2 strands DNAയുടെ ഇടയിൽ ഇന്റർകാലേറ്റ് ചെയ്ത് കാണുന്ന ഒരു ഡൈ ആണ് എത്തിഡിയം ബ്രോമൈഡ്. അത് നമ്മൾ അഗാർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അഗാറിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അത് ഈ DNAയുടെ ഇടയിലായിട്ട് കാണും. 2 DNA സ്ട്രാൻഡിന്റെ ഇടയിലായിട്ട് കാണും. So when we look under ultraviolet radiation, we can see this ethidium bromide. It will give an orange shade. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും this ethidium bromide, where it is present, there the exactly DNA it will be seen. അപ്പോൾ നമ്മൾ ഇത് അൾട്രാവയലറ്റ് ചേമ്പറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ജെൽ ഇലക്ട്രോഫോറസിസ് റണ്ണിങ് ഒക്കെ കഴിഞ്ഞ് കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ ഈ ജെല്ല് കൊണ്ടുപോയി അൾട്രാവയലറ്റ് ചേമ്പറിൽ വെച്ച് നോക്കുമ്പോൾ we will get here one orange band, here one orange band, here one orange band. എവിടെയൊക്കെ DNA സെപ്പറേറ്റ് ആയിട്ടുണ്ട് അവിടെയൊക്കെ ഓറഞ്ച് ബാൻഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതേതാണ് ആ 500 ബേസ് പെയർ ഉള്ള ബി സാമ്പിളിനകത്ത് എക്സ്ട്രാ ബാൻഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെഷനിൽ അതെങ്ങനെയാണ് എല്യൂട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദാറ്റ് elution technique in the next session.